നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. ഈ വർഷത്തിലെ ആദ്യത്തെ മാസം ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള മാസമാണ് എന്ന് പറയാൻ സാധിക്കും. കാരണം രക്ഷാസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു. ചന്ദ്രലഗ്നാധിപതി നീചഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വക്രത്തിലേക്ക് പോവുകയാണ്, പൂർണ്ണ ബലവാനായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നേട്ടമൊക്കെ അനുഭവിക്കാനായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് സാധിക്കുന്നതാണ് ഈ മാസത്തിൽ. കാരണം കർമാധിപതി സർവാഭിഷ്ടസ്ഥാനത്ത് ബലവാനായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് നിവർത്തി സ്ഥാനാധിപതിയും അതേപോലെ തന്നെ രക്ഷാസ്ഥാനാധിപതിയുമായിട്ടുള്ള ശുക്രനാണ്. അപ്പോൾ തൊഴിൽ മേഖലയിൽ സന്തോഷം അനുഭവിക്കാനും ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും സന്തോഷത്തോടുകൂടി, അതായത് നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി പ്രവൃത്തി എടുക്കാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നൊരു ഗുണവും, ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും സാധിക്കുന്ന സമയമാണ്. നൂതന സംരംഭങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടൊക്കെ പ്രവൃത്തിയെടുത്താൽ, പ്രയത്നിച്ചാൽ അതിൽ വിജയം വരിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയവും വേണ്ട. എന്നാൽ ചിലവ് കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. 12ാം ഭാവത്തിൽ അമൃതവർഷഖണ്ഡകാരകനായിരിക്കുന്ന രാഹുവാണ്. ശത്രുസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം ശത്രുദോഷത്തിൻ്റെ ദുരിതം, അതായത് സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ, ഇവരുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നുക, ഉദരസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകുക. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ്. ശത്രുദോഷ പരിഹാരമൊക്കെ ചെയ്യണം, ഗണപതി ഹോമം കഴിപ്പിക്കുക, അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ അഘോര പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തിയാൽ വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടും. തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ തൊഴിലിൽ ഒരു മാറ്റത്തിലൂടെ അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. എന്നാൽ ഭവന സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യ എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക, അതേപോലെ തന്നെ വീട് വിട്ട് തൊഴിലെടുക്കാൻ ഇടവരാനുള്ള സാധ്യത വരിക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ആ ചൊവ്വ 21-ാം തീയതി മിഥുനൻ രാശിയിലേക്ക് വരുമ്പോൾ അത് ഉച്ചബലവാനായിട്ട് വക്രത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥ, ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം അതിനുശേഷം ഇങ്ങോട്ട് നല്ല നേട്ടങ്ങൾക്ക് യോഗമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല വിദ്യാഭ്യാസത്തിന് യോഗമുണ്ട്. 2ാം ഭാവത്തിൽ വ്യാഴാണ്. 2ാം ഭാവ കാരകൻ, വിദ്യാകാരകനായിരിക്കുന്ന ബുധൻ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. നിപുണായോഗം ചെയ്തിട്ടാണ് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ആകർഷകമായ സംസാരം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സെയിൽസിലൊക്കെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. അപ്പോൾ പൊതുവേ ശത്രുദോഷ പരിഹാരം ചെയ്താൽ ബാക്കി എല്ലാ രീതിയിലും എല്ലാ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുള്ള ഒരു മാസമാണ്. 21-ാം തീയതി ചൊവ്വ സഹായസ്ഥാനത്ത് മിഥുനൻ രാശിയിലേക്ക് ഉച്ചത്തിൽ മാറുന്നുണ്ട്. അപ്പോൾ വക്രത്തിൽ മാറുമ്പോൾ ഉച്ച ബലവാനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ലഗ്നാധിപതിക്ക് ഒന്നുകൂടി ബലം വർദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും മാനസികമായിട്ടുള്ള സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് 2025 ജനുവരി മാസം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.